ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് പറയും. അപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പണ്ട് നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ മാത്രമേ മുടിയിൽ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പം നമ്മൾ ഷാംപൂ, കണ്ടീഷണർ, സെറം, അതായത് ബിഫോർ ഹെയർ വാഷ്, ആഫ്റ്റർ ഹെയർ വാഷ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഈ ഷാംപൂവും കണ്ടീഷണറും ഡെയിലി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. You are not supposed to use shampoo or conditioners regularly. 2 weeks once. 2 weeks once. Yeah, exactly. നമ്മൾ പറയാം അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ തന്നെ വെറുതെ കിട്ടിയ സാധനം അല്ലെങ്കിൽ മറ്റുള്ളവരെ തല കണ്ടിട്ട് നമ്മൾ കുറെ ഷാമ്പൂ തോന്നും. പിന്നെ ഈ അംബികാപിള്ള ഒക്കെ പറയുന്ന പോലെ തന്നെ അല്ല, എക്സാക്ട്ലി ഞാൻ പറയാണ്, അവരൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ, മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ, അവർ കുറെ സെലിബ്രിറ്റീസിനൊക്കെ ഈ ഹെയർ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം അവരെ പോയിന്റ് ഓഫ് എക്സ്പെക്ട്, ഇപ്പൊ ഒരു സെലിബ്രിറ്റീനെ സംബന്ധിച്ചിടത്തോളം ദേ കനോട്ട് വാഷ് ദ ഹെയർ. അപ്പൊ അവര് പല തരത്തിലുള്ള കെമിക്കൽസും കെരാറ്റിനും സ്മൂത്തനിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിനാണ് മേ ബി അതായിരിക്കാം അവർ പറഞ്ഞിട്ടുണ്ടാവുക. അതിന് അവര് എന്നും ഹെയർ വാഷ് ചെയ്യുമ്പോൾ അവരെ ആ ചെയ്തതില്ലേ ആ സ്ട്രക്ചർ വിച്ച് ദേ മേക്ക് ത്രൂ ദാറ്റ് കെമിക്കൽ ട്രീറ്റ്മെന്റ് അത് നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലാതെ മുടി കൊഴിയുന്നെന്ന് വിചാരിച്ച ആരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി മറ്റേ പശട്ടൊട്ടിച്ച മാതിരി ഒന്നും പറയരുത് ദയവ് ചെയ്തിട്ട്. കാരണം എക്സാക്ട്ലി അത് ഭയങ്കര ഇതാണ്, നമുക്ക് പിടിച്ചു വലിച്ചാൽ അങ്ങനെ വരുന്നൊരു സാധനമല്ല മുടി.